ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ആരാധനാ ചിന്ത നിങ്ങളുടെ മുമ്പാകെ പ്രസന്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിലേക്കായി റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കും. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ഒരു മനുഷ്യൻ നീതിമാനായിരിക്കുന്നത് കൊണ്ട് വിശേഷിച്ച് ആർക്കും ഒരു ഗുണവും ചെയ്യുന്നില്ല. അതുകൊണ്ട് അവന് വേണ്ടി ആരും മരിക്കാനും ഉണ്ടാകയില്ല. എന്നാൽ ഒരുവൻ അത്ര നീതിമാനല്ലെങ്കിലും പരോപകാരിയും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നവനുമാണെങ്കിൽ ചിലപ്പോൾ അവന്റെ കാര്യത്തിനു വേണ്ടി പലരും മരിക്കാൻ തയ്യാറായേക്കാം. രാഷ്ട്രീയത്തിലൊക്കെ നാം അത് കാണുന്നുണ്ടല്ലോ. എന്നാൽ നമ്മെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം നീതിമാന്മാരുമല്ല, ഗുണവാന്മാരുമല്ല. ദൈവം മുമ്പാകെ ദ്രോഹികളുമായിരുന്ന സമയത്ത് നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്നതാണ് ദൈവനീതിയുടെയും ദൈവസ്നേഹത്തിന്റെയും ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു കാര്യം ഇന്ന് രാവിലെ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്, കർത്താവ് നമ്മിൽ എന്ത് കണ്ടു. ഇവിടെ നാം ആ വായിച്ച വാക്യത്തിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ ക്രിസ്തുവോ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ വാക്യം തുടങ്ങുന്നത്. അതെന്താ ആ പ്രയോഗത്തിന്റെ, ആ വാക്കിന്റെ അവിടുത്തെ അർത്ഥം? നാം നീതിമാന്മാരല്ല, ഗുണവാന്മാരുമല്ല, നാം പാപികളും ശത്രുക്കളും കൊള്ളരുതാത്തവരും ഒക്കെ ആയിരുന്നു. എന്നാൽ ക്രിസ്തുവോ, നോക്കുക, നീതിമാന്മാരുമല്ല ഗുണവാന്മാരുമല്ലാത്ത സ്ഥാനത്ത് ക്രിസ്തുവോ പാപികളായ നമുക്ക് വേണ്ടി. നോക്കുക, അപ്പോൾ യേശുക്രിസ്തുവിന്റെ സ്നേഹം എത്ര വലുതാണ്, യേശുക്രിസ്തുവിന്റെ ദയ, യേശുക്രിസ്തുവിന്റെ മനസ്സലിവ്, യേശുക്രിസ്തുവിന്റെ ആ വിശ്വസ്തത, അതെല്ലാം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അവിടുന്ന് സങ്കീർത്തനത്തിൽ പല പ്രാവശ്യം നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ട്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളു. അപ്പൊ നമ്മോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ദയ അവിടുന്ന് നമ്മുടെ മേൽ കാണിച്ചിരിക്കുകയാണ്. അവന്റെ ദീർഘക്ഷമ, അവന്റെ വിശ്വസ്തത. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഞാനൊരു സംഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ വളരെ താന്തോന്നിയായി ജീവിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. മനസ്സിലായോ? നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും എല്ലാം ദ്രോഹം ചെയ്ത് ആ നാട്ടിൽ ഒരു തലവേദനയായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ. ഒരിക്കൽ ഇവൻ ഒരു ചീട്ടുകളി സംഘത്തിൽ പെട്ടു എന്നല്ല, അവൻ നിരന്തരമായിട്ട് ചീട്ട് കളിക്കുന്ന ഒരു സംഘമാണ്. അങ്ങനെ ഒരു ദിവസം ചീട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൻ എന്തോ പറഞ്ഞ് വാക്കുതർക്കം ഉണ്ടായി ഒരുത്തനെ അടിച്ചു കൊന്നു. അതാണ് സംഭവിച്ചത്. എന്നാൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് ഇവനെ പോലീസ് പിടിച്ചു. ഇവൻ ജയിലിനകത്തായി. ഇവന് എതിരെയുള്ള കേസ് കോടതി വാദിച്ച് അവസാനം ഇവന് ഒരു തൂക്ക് ശിക്ഷ, അല്ലെങ്കിൽ തൂക്കിലേറ്റി കൊല്ലാനായിട്ടുള്ള വധശിക്ഷ അവന് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം നാളെ വധശിക്ഷ കൊടുക്കുവാണെന്ന് വിചാരിക്കുക. എന്നാൽ ഇന്ന് ഇവന്റെ ചേട്ടൻ ജയിലിൽ ചെന്നിട്ട്, അപ്പൊ ചേട്ടനാണെങ്കിൽ ഒരു വക്കീലും കൂടെയാണ്. അപ്പോ ജയിലിൽ ചെന്നിട്ട് ഇവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോ, എന്റെ ഈ കോട്ട്, വക്കീലിന്റെ കോട്ട് നീ ഇട്ടോ, എന്നിട്ട് നീ നാളെയാണല്ലോ വധശിക്ഷ നിനക്ക് വെച്ചിരിക്കുന്നത്, ആ വധശിക്ഷയുടെ സമയത്ത് ഈ കോട്ടും ഇട്ടങ്ങ് ചെന്നാൽ എന്ത് ചെയ്തോളും, നീ വക്കീലാണല്ലോ, അതുകൊണ്ട് നിന്നെ ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് ഞാനിവിടെ കിടക്കാം. മനസ്സിലായോ? അപ്പോ ഞാനാണോ നീയാണോ എന്ന് അവരാരും അറിയുന്നില്ലല്ലോ. ഞാൻ
ഇവിടെ കിടക്കാം. എന്നിട്ട് പിന്നെ വധശിക്ഷയ്ക്ക് അവർ വന്ന് കൊണ്ടുപോകുമ്പോൾ ഞാൻ നിനക്ക് പകരം പൊക്കോളാം. അത് പക്ഷെ ഞാനായതുകൊണ്ട് എനിക്ക് ആ വധശിക്ഷയിൽ നിന്ന് ഒഴിവ് ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ചു. ചേട്ടൻ പറഞ്ഞത് അനിയൻ കേട്ടു. ചേട്ടന്റെ കോട്ടും ഉടുപ്പുമെല്ലാം അനിയൻ എടുത്തിട്ടു. അങ്ങനെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അനിയൻ ജയിലിൽ നിന്ന് സ്വതന്ത്രനായി. പിറ്റേ ദിവസം അതിരാവിലെ ആരാച്ചാർ വന്ന് നോക്കുമ്പോൾ ഈ അനിയനാണെന്ന് തോന്നി ഒരാളവിടെ അകത്ത് കിടക്കുന്നു. അപ്പോ ചേട്ടൻ ആണെന്ന് ആരാച്ചാർ അറിയുന്നില്ല. ഇന്ന മുറിയിലെ ആളെ കൊന്നേക്കണം എന്നാണ് പിന്നെ നിയമം. ആരാച്ചാർ എന്ത് ചെയ്തു? അനിയന് പകരം ചേട്ടനെ കൊണ്ടുപോയി തൂക്കിലേറ്റി. അപ്പൊ ചേട്ടൻ അവിടെ ഒരു കടലാസിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ജയിൽ മുറിയിൽ. അനിയ, നീ ഒന്ന് കേക്ക്. നീ ഇത്രയും നാള് താന്തോന്നിയായി നിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോയി. ഇപ്പൊ എനിക്ക് അവസാനമായിട്ട് ഞാൻ നിന്നോട് പല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നീ ഒന്നും കേട്ടിട്ടില്ല. അവസാനമായിട്ട് ഒരേ ഒരു കാര്യം എനിക്ക് ചെയ്യാനുണ്ട്. ഞാൻ നിനക്ക് പകരം തൂക്കിലേറ്റപ്പെട്ടോളാം. നീ ഈ കത്ത് വായിക്കുമ്പോഴേക്കും എന്റെ മരണം നടന്നു കഴിയും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ട് ചേട്ടൻ അവന് പകരം മരിക്കാനിടയായി. ഈ കത്തങ്ങ് വായിച്ചു. അവന്റെ സമനില തെറ്റി. അവൻ ഓടി ആ തൂക്കുകയറിന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ വീണ് കിടന്ന് കരഞ്ഞു. ഇനി കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഉണ്ടായ സംഭവമാണെന്നാ പറയുന്നത്. ഞാൻ പറയാൻ വന്നത്, അനിയന് പകരം ചേട്ടൻ മരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ അനിയൻ എങ്ങനെയുള്ള അനിയനായിരുന്നു? താന്തോന്നിയായി, നിഷ്ഠൂരനായി, കൊലപാതകിയായി, ആ വീടിന് അപമാനമായി ജീവിച്ച അനിയന് വേണ്ടി നിർദോഷിയായ ചേട്ടന്റെ രക്തം ചീന്തണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, വാസ്തവത്തിൽ ഇത് തന്നെയല്ലേ കർത്താവ് ചെയ്തു? നമ്മൾ ആരായിരുന്നു? നമ്മൾ നിഷ്ഠൂരന്മാരായ, പാതകി, കൊലപാതകി, ശത്രു, പാപി, എന്തെല്ലാം നമ്മെക്കുറിച്ച് പറയാനുണ്ട്. നമുക്ക് വേണ്ടി പാപം ചെയ്യാത്ത ക്രിസ്തു, നിർദോഷിയായ, നിർമ്മലനായ, നിഷ്കളങ്കനായ, പാപികളോട് വേർപെട്ടവനായ ആ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം സഹിച്ചു. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു, അനുഭവിച്ചു. അങ്ങനെ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന ആ കർത്താവിനെ നമുക്ക് ഉണ്മയായി സ്നേഹിക്കാം, സേവിക്കാം, ആരാധിക്കാം. അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഞങ്ങൾക്ക് ഇന്ന് രാവിലെ തന്ന നല്ല ചിന്തയ്ക്കായി സ്തോത്രം. നീതിമാന് വേണ്ടി ആരും മരിക്കുകയില്ല, എന്നാൽ ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ഞങ്ങൾ നീതിമാനുമല്ല, ഗുണവാനുമല്ല, ശത്രുക്കളും പാപികളും ദോഷികളും കൊള്ളരുതാത്തവരുമായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരിച്ചല്ലോ. എല്ലാ നന്ദിയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.